ഗോഡ്സ് ഡിലേ ഈസ് നോട്ട് ഹിസ് ഡിനയൽ. ദൈവത്തിൻ്റെ കാലതാമസം അവൻ്റെ നിഷേധമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് കാലതാമസം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നാം ദൈവത്താൽ നിഷേധിക്കപ്പെടുന്നുവോ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നില്ല. അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള ജോലിയിലാണ്. നമ്മെ ദൈവം അവൻ്റെ വെയിറ്റിംഗ് റൂമിൽ ഇരുത്തിയിരിക്കുകയാണ്. നാം ഒരു ഡോക്ടറിനെ കാണുവാൻ പോകുമ്പോൾ നമ്മെ ആദ്യം വെയിറ്റിംഗ് റൂമിലാണ് ഇരുത്തുക. വെയിറ്റിംഗ് റൂം പരിശോധിക്കുന്ന മുറിയല്ല, കൺസൾട്ടിംഗ് മുറിയുമല്ല, ചികിത്സിക്കുന്ന മുറിയുമല്ല. അതൊക്കെ ഒരു മതിലിനപ്പുറത്താണ്. നമ്മുടെ പേര് വിളിക്കും വരെ അവർ ജോബ് ഈസ് ടു വെയിറ്റ്. നമ്മുടെ ജോലി കാത്തിരിക്കുക എന്നതാണ്. ഈ വെയിറ്റിംഗ് റൂമിൻ്റെ ഭിത്തിയിൽ ഒരു നോട്ടീസ് കാണാം: ബി സൈലൻസ്, നിശബ്ദരായിരിക്കുക. വെയിറ്റിംഗ് റൂമിൽ നാം തിരക്ക് കാട്ടിയിട്ടോ ബഹളം വെച്ചിട്ടോ കാര്യമില്ല. കാത്തിരിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. തിരുവചനം പറയുന്നു, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ദി ഗോഡ്. മിണ്ടാതിരുന്ന് ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നത് കൊണ്ട് പല നേട്ടങ്ങൾ നമുക്കുണ്ടാകുന്നു. ഒന്ന്, വെയിറ്റിംഗ് ബ്രിങ്സ് റിന്യൂവൽ. കാത്തിരിപ്പ് പുതുക്കം കൊണ്ടുവരുന്നു. കാത്തിരിപ്പ് മുറിയിൽ നാം കൂടുതൽ ശക്തരാകുന്നു. തിരുവചനം പറയുന്നു, യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കാത്തിരിപ്പിൻ്റെ രണ്ടാമത്തെ നേട്ടം, we come to realize that God's timetable is not our timetable. ദൈവത്തിൻ്റെ സമയക്രമം നമ്മുടെ സമയക്രമമല്ലെന്ന് നാം മനസ്സിലാക്കുന്നു. സമയം ദൈവത്തിൻ്റെ ശക്തിയെ പരിമിതപ്പെടുത്തുന്നില്ലെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിനൊരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ലേൺ ടു വെയിറ്റ്, കാത്തിരിക്കുവാൻ പഠിക്കുക എന്നതാണ് മുഖ്യ വിഷയം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്നതായ വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കപ്പെടുവാൻ കാത്തിരിക്കുന്നവരാകാം നമ്മിൽ മിക്കപേരും. നമ്മെ മടിപ്പിക്കുന്ന, പിന്തിരിപ്പിക്കുന്ന, നിരാശിതരാക്കുന്ന ശബ്ദങ്ങൾ നാം കേൾക്കുമ്പോൾ അതിനൊന്നും ചെവി കൊടുക്കാതെ നമ്മുടെ സമയമാകുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മുടെ പേര് വിളിക്കപ്പെട്ട് കഴിയുമ്പോൾ ഡോക്ടറിൻ്റെ മുറിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മെ ഡോക്ടറിൻ്റെ ഏറ്റവും അടുത്ത സീറ്റിൽ തന്നെ ഇരുത്തും. ആഫ്റ്റർ ഓൾ ഹീ ഈസ് ദി ഗ്രേറ്റ് ഫിസിഷ്യൻ. എല്ലാത്തിനുമുപരി അവിടുന്ന് ശ്രേഷ്ഠനായ വൈദ്യനാണ്. അവിടുന്ന് നമ്മെ സൗഖ്യമാക്കും. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.